ഈ പാലായിൽ ഉഴവൂരിൽ ജനിച്ചു വളർന്നു അല്ലേ? കർഷക കുടുംബമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? കർഷക കുടുംബത്തിൽ നിന്നാണ് ബാംഗ്ലൂർ സിനിമയിലേക്ക് വരുന്നത്. ഒരു അനുജനുണ്ട്. എനിക്ക് അനുജനെ ഇതിലും ലിസ്റ്റിന് മുമ്പ് അറിയാവുന്ന എനിക്ക് അനുജനാണ്. ഞങ്ങൾ ക്ലബ്ബിൽ ഫുട്ബോൾ കളിക്കാൻ വന്ന് ജസ്റ്റിനെ എനിക്കറിയാം. സന്തോഷ് ട്രോഫി പ്ലെയറും കൂടെ ആയിരുന്നു. ഈ പാലായിൽ നിന്ന് വരുമ്പോൾ കുടുംബ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു? നമ്മൾ സാമ്പത്തികമായിട്ട് എങ്ങനെയായിരുന്നു? അല്ല, നമ്മൾ വളരെ സാധാരണ ആയിട്ടുള്ളൊരു ഫാമിലി, അതിൽ നിന്ന് വളർന്ന് ഇപ്പം ആഗ്രഹത്തിനൊപ്പമാണ് പോയത്. അല്ലാതെ നമ്മൾ സാമ്പത്തികം നമുക്ക് ഇത്രയുണ്ട് അതുകൊണ്ടിട്ട് ഇന്ന ഇതിലേക്ക് പോകാം എന്നുള്ളൊരു സംഭവമല്ല. നമ്മൾ ആഗ്രഹത്തിനൊപ്പം ട്രാവൽ ചെയ്ത ആൾക്കാരാണ്. ഒരു പരിധി വരെയുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണല്ലോ. സാമ്പത്തികം വെച്ചിട്ടല്ലോ അവരുടെ ഇപ്പം ഈ ഫീൽഡിൽ തന്നെ എടുത്താലും പൊളിറ്റീഷ്യൻ എടുത്തു കഴിഞ്ഞാലും അല്ല സ്പോർട്സിലായിക്കോട്ടെ, നമ്മളെല്ലാം അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ആവുക എന്നുള്ളത് ആണ്. മനസ്സിലായി? നമ്മളാണ് ഒരു ഉദാഹരണം ആവേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാണ്ടിട്ട് ഇപ്പം നമ്മളെല്ലാം ഒരു ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ ആൾക്കാർ ജന്മിമാർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവരുടെ അണ്ടറിലാണല്ലോ നിന്നുകൊണ്ടിട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് വിദേശത്തേക്കൊക്കെ മക്കളൊക്കെ പോയി പഠിക്കാനായിട്ട് കഴിഞ്ഞപ്പം മുതലാണ് ഓരോ ഫാമിലിയിൽ വളർച്ച ഉണ്ടായത്, സാമ്പത്തിക വളർച്ച ഉണ്ടായത്. അത് കഴിഞ്ഞപ്പം മുതലാണ് അവരവരുടെ ഇൻഡിവിജ്വൽ ഇൻകം ഉണ്ടായി കഴിഞ്ഞിട്ട് പണക്കാർ അവറേജ് ഉള്ളവർ പാവപ്പെട്ടവരെന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല. അല്ല, പെട്ടെന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സാമ്പത്തികം വേണമല്ലോ നമുക്ക്. ഒരു സിനിമ ഡിസ്ട്രിബ്യൂഷൻ അന്നെടുക്കുമ്പം അന്നത്തെ പൈസ ഇന്നത്തെ പൈസ രണ്ടും ഒരേപോലെ നമുക്ക് കൂട്ടേണ്ടി വരും. അന്ന് വലിയ പൈസയാണ്, ഇന്നും വലിയ പൈസയാണ്. അങ്ങനെ ഒരു പണം കണ്ടെത്തിയത് എങ്ങനെയായിരിക്കും? അന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പണം കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും? ഇല്ല, അങ്ങനെയല്ല. അന്ന് നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റിന്റെ ഓരോ ഈവൻ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സംഘാടകനൂടെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് നമ്മൾ പൈസ ഈവൻ ചോദിച്ച് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്ത് ബിസിനസ് ചെയ്ത് അങ്ങനെയാണല്ലോ, ഘട്ടം ഘട്ടമായിട്ട് ആണല്ലോ. നമ്മളിപ്പോൾ ഇന്ന പോലെ ഇപ്പോൾ ഒരു അക്കൗണ്ട്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ഇവിടുന്ന് അങ്ങോട്ട് പോയി പിന്നെ അത് അവിടുന്ന് അങ്ങോട്ട് പോയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതങ്ങനെയല്ലല്ലോ. നമ്മൾ വളർച്ചയുടെ കാലഘട്ടത്തിൽ പല ബുക്ക് പോലെ ഈവനിരിക്കും, കുഴഞ്ഞു മറിഞ്ഞിരിക്കും. മനസ്സിലായോ? നമ്മൾ ജീവിതത്തിൽ ഒരു ഓർഡറായി കഴിയുമ്പോഴാണ് ഇതിനെല്ലാം ഒരു വ്യക്തത ഈവനുണ്ടാവുക. ഓക്കെ, ഇത് ഇങ്ങനെയായിരിക്കണം, അതങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ലൈൻ വരിക എല്ലാത്തിനും. അന്ന് പൈസ ചോദിച്ചപ്പോൾ ആദ്യം തന്ന് സഹായിച്ച വ്യക്തി ആരായിരുന്നു? അല്ല, അങ്ങനെയല്ല, കുറെ പേരുണ്ട്. ഇന്ന വ്യക്തികൾ പേരെടുത്ത് പറയാം. എന്നും എൻ്റെ കൂടെ നിന്ന് തണലായി നിന്ന ഒരാളെന്ന് പറയുമ്പോൾ ആരുടെ പേര് പറയാൻ പറ്റും? അല്ല, അങ്ങനെയല്ല. നമ്മുടെ തന്നെ നാട്ടിലുള്ള ഒത്തിരി PN പേരുണ്ട്. നമ്മുടെ ഒരു ശ്രീയേട്ടനുണ്ട്, നമ്മുടെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു മാത്യു ചേട്ടനുണ്ട്, ഒരു സ്റ്റീഫൻ ചേട്ടനുണ്ട്. നമ്മൾ അങ്ങനെയാണ് ഒത്തിരി ഒരുപാട്. ഏജ് ബേസ് ഒത്തിരി ചെറുതല്ലേ ലിസ്റ്റിൻ? അതെ, ഞാൻ ഏജ് ചെറുതാണ്, പക്ഷെ അവരെ ഏജ് ഉള്ളവർ. അതാണ് ചോദിച്ചത്, ഒത്തിരി ഇളയതാണല്ലോ. ആ ഒരു സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അല്ല, ഈ സൗഹൃദം എന്ന് പറയുന്നത് നമ്മളെല്ലാം എപ്പോഴും കാണുക, എപ്പോഴും സംസാരിക്കുന്ന അല്ലല്ലോ. നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹബന്ധം സൂക്ഷിക്കുന്നിടത്താണല്ലോ ഈ സൗഹൃദം എന്ന് പറയുന്നത്. ലിസ്റ്റിന്റെ വളർച്ചയിൽ അസൂയ ഉള്ളവരുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അസൂയ ഇല്ലെങ്കിൽ ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് അസൂയ ഇപ്പം നമുക്ക് എല്ലാവരോടും സ്നേഹം തരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്നോട് ഞാൻ അലിക്ക് ഒരു വിരോധം ചെയ്തിട്ടില്ലേ പോലും, അല്ലെങ്കിൽ അലിക്കെതിരായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ പോലും അലിക്ക് എന്നോട് അസൂയ തോന്നാം, അല്ല എന്നോട് ഇഷ്ടക്കുറവ് തോന്നാം. അപ്പോൾ അലി വിചാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാനോ എനിക്ക് പ്രവർത്തിക്കാനോ ഈവൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അലിക്ക് എന്നോട് അസൂയ തോന്നും. അപ്പം നമ്മൾ ഇയാളൊക്കെ നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കണം, മിണ്ടണം, എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഇല്ല, ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് സാധ്യമേ അല്ല. അപ്പം എന്താണ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും ഇവനൊക്കെ ഒരു അസൂയ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ആ അസൂയയുടെ മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മനസ്സിലായി? നമ്മളൊരു ഇഷ്ടം ചോദിച്ചിട്ട് ഇപ്പം നടക്കുന്നില്ലെങ്കിൽ അസൂയയുടെ അങ്ങേയറ്റത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കോളേജ് ജീവിതമൊക്കെ എവിടെയായിരുന്നു? അത് കോളേജ് ഞാൻ +2 ആയിരുന്നു. +2 കഴിഞ്ഞപ്പോൾ പിന്നെ ഉഴൂർ കോളേജിലായിരുന്നു. ഉഴൂർ ഏത് കോളേജ്? സെന്റ് സ്റ്റീഫൻ കോളേജിൽ. അവിടെ ഒരു വർഷമേ ഉള്ളൂ നമ്മൾ പഠിച്ചു. അതെ. അല്ലല്ല, അപ്പത്തേനും പഠിത്തം പരിപാടികൾക്കൊക്കെ ഒരു തീരുമാനമായി. അല്ലല്ല, ഞാൻ പറഞ്ഞ അത് കംപ്ലീറ്റ് ഈവൻ ചെയ്തില്ല. അതിന് നമുക്ക് ബിസിനസ് ആണ് അല്ലെ, ബിസിനസ് പരമായ ലക്ഷ്യങ്ങളാണ്. പ്രണയമുണ്ടായിരുന്നു? പ്രണയം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് സ്വാഭാവികമായിട്ടും മനുഷ്യനാണല്ലോ, എല്ലാരും മാന്യന്മാരാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളും ആ മാന്യത കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടിട്ട്. പക്ഷെ പ്രണയം എല്ലാവർക്കും വരുന്നതാണല്ലോ.
ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ആരായിരുന്നു? അതൊക്കെ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരിക്കും, പക്ഷെ വേറെ ചിലവർക്ക് കൗണ്ടറൊക്കെ അടിക്കാനായിട്ടുള്ള എന്തെങ്കിലും ആയി മാറും അത്. അപ്പൊ അതുകൊണ്ടിട്ട് അതിന്റെ ആവശ്യം അങ്ങനെ ഒരു ആത്മാർത്ഥ പ്രണയം ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, നമുക്കിപ്പോ ഈവൻ തോന്നാലോ, നമുക്കിപ്പോ പ്രണയം നമുക്ക് തോന്നുന്നതിന് എന്താണ് കുഴപ്പമിരിക്കുന്നത്? അല്ല, പ്രണയിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ആ പ്രണയിച്ച പെൺകുട്ടിയെ പിന്നീട് കണ്ടിട്ടുണ്ടോ കല്യാണത്തിന് ശേഷം? കല്യാണത്തിന് ശേഷം ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അല്ല, ലിസ്റ്റിന്റെ കല്യാണത്തിന് ശേഷം കണ്ടിട്ടില്ല. ഇതിപ്പോ ഞാൻ വേറെ ഏതോ സംസാരിച്ചു പോവാണോ എന്നൊരു സംഭവം. അല്ല, നമ്മള് ആകാംക്ഷയാണല്ലോ. ലിസ്റ്റിനെ വന്ന് ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ആ പഠിക്കുന്ന കാലത്തും ഇതേപോലെ തന്നെയായിരുന്നു. അതൊക്കെ വളരെ വളരെ ഈവൻ ചെറുപ്പത്തിലുള്ള സംഭവമാണ്. വിവാഹം വീട്ടുകാരാലോചിച്ച് നടന്ന വിവാഹമല്ലേ? വീട്ടുകാരാലോചിച്ച് നടന്നൊരു അറേഞ്ച്മെന്റ് തീർച്ചയായിട്ടും അല്ലേ? വൈഫിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? വൈഫ് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്, എനിക്ക് വീട്ടിലൊരു കാര്യങ്ങളും ഈവനെ അറിയണ്ട എന്നുള്ളതാണ് വൈഫിൻ്റെ സപ്പോർട്ട്. എൻ്റെ കുട്ടികളെ, ഞങ്ങൾക്ക് 2 പിള്ളേരാണ്, അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വൈഫാണ്. എനിക്ക് പൈസ കൃത്യസമയത്ത് എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി വൈഫ് പിള്ളേരെ നോക്കും, സ്കൂളിൽ വിട്ടോളും, അവരെ ടേക്ക് കെയർ ചെയ്തോളും. എവറിത്തിങ് വൈഫാണ് നോക്കുന്നത്. ഈ സിനിമാ മേഖലയിലേക്ക് വരുന്ന സാധാരണ ഒരു പുരുഷന്മാരെ പല രീതിക്ക് കാണുന്ന ആളുകളുണ്ട് അല്ലേ? പല കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. അത് ഈ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ വൈഫിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെ? സിനിമയിലേക്ക് ഇപ്പം പല സ്ഥലത്തും പോകുന്നുണ്ട് അല്ലേ? ലിസ്റ്റും പല സ്ഥലത്തേക്കും പോകണം, ലൊക്കേഷനുണ്ട്, പല യാത്രയുണ്ട്. വൈഫ് അതിൻ്റെ സപ്പോർട്ട് എങ്ങനെ? വൈഫ് എല്ലാ ദിവസവും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുമോ, ഞാൻ ഇന്ന സ്ഥലത്താണ് എന്ന് ലിസ്റ്റ്? അങ്ങനെയല്ല, ഞാൻ എൻ്റെ സിനിമാ കാര്യങ്ങൾ വൈഫായിട്ട് അധികം ഡിസ്കസ് ചെയ്യാറില്ല. കാര്യം എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇങ്ങനെ നമ്മളൊക്കെ പറയത്തില്ല നാട്ടിൽ കിള്ളി ചോദിക്കാന്ന് എന്ന് പറഞ്ഞാൽ കിള്ളി ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ കിള്ളി ഒരു ഉത്തരവും പറയാറുമില്ല. അതുകൊണ്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് ടെൻഷൻ പിടിച്ച ഒരു ജോലിയാണ് സിനിമ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ്റെ ഒരു കാര്യം. ഇത് അതായത് സാമ്പത്തിക ഇടപാടുകൾ ഉള്ള ഒരു മേഖലയാണല്ലോ സിനിമ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് റിസ്ക് ആണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയുന്നതല്ല നാളെ സംഭവിക്കുന്നത്. എന്നാൽ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ ഇതേ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. സോ ഇതിനൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടിട്ട് നമ്മളെ, അതായത് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഒരു ലക്കാണ് സിനിമ. അപ്പോൾ അതുകൊണ്ടിട്ട് അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഭാര്യയോട് ഇതൊന്നും നമുക്ക് ഷെയർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അതെന്തായി, ഇതെന്തായി, അതങ്ങനെയായിരുന്നല്ലോ പറഞ്ഞു, ഇതൊന്നും വന്നില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കപ്പം ഒരു ഹെഡേക്ക് മാതിരിയോ, നമുക്ക് വെളിയിൽ തന്നെ ഇഷ്ടംപോലെ ഹെഡേക്ക് ഉണ്ട്, പിന്നെ വീട്ടിലും ഇതേ കാര്യം തന്നെ സംസാരിക്കുമ്പോൾ അതൊരു ആവശ്യമില്ലാത്ത കാര്യം. സിനിമയുടെ സംസാരം ഇല്ല വീട്ടിൽ വൈഫായിട്ട്? അല്ല, വളരെ കുറച്ച്, വളരെ വളരെ. ലിസ്റ്റിന് ഒരു സിനിമ, ഒരു കഥ കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, വൈഫിൻ്റെ അടുത്ത് ഇന്ന ഒരു സബ്ജക്റ്റ് വരും, എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് സബ്ജക്റ്റ് ചെയ്യാൻ പോവാണ്, ഇന്നാൾ വെച്ച് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാറില്ലേ? അല്ല, ഞാൻ പടത്തിന്റെ കാര്യം സംസാരിക്കുന്ന സ്ക്രിപ്റ്റുകൾ, എൻ്റെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റുകൾ ഞാൻ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിള്ളേർ സ്കൂളിൽ പോയി കഴിയുന്ന സമയത്തൊക്കെ ആൾ ഫ്രീ ആണല്ലോ, പിന്നെ ആൾക്ക് വായിക്കാനായിട്ട് താല്പര്യമുള്ള ഒരാളാണ്, വായിച്ചോളും. അപ്പൊ അതുകൊണ്ടിട്ട് ആ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ട് അവളുടെ അഭിപ്രായം എടുക്കുന്നുണ്ടാവോ എടുക്കുന്നില്ല, അത് സെക്കൻഡറി തിങ്. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെക്കാറുണ്ട്. ചുമ്മാ വായിച്ചിട്ടൊന്ന് അഭിപ്രായം പറയാനായിട്ട് ഈവൻ പറയും.